നമ്മളിപ്പോൾ ലഞ്ച് കഴിക്കാനായിട്ട് പോവുകയാണ്. അപ്പം ഫ്രഞ്ച് വില്ലേജിലേക്കാണ് നമ്മൾ ലഞ്ച് കഴിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നിന്ന സ്ഥലത്ത് നിന്ന് കേബിൾ കാറെ വേണം നമ്മൾ പിന്നെ പോകാനായിട്ട്. നിങ്ങൾക്ക് കാണാമോ അങ്ങോട്ട് ഫ്രഞ്ച് വില്ലേജ്? എത്ര വർഷത്തെ അധ്വാനമാണ് ഈ കാണുന്നത്. അതിൽ കുറച്ച് ബിൽഡിങ്സ് ഒക്കെ പുതിയതാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് അതവർ ഒരു പഴയ മോഡലിലാക്കി കാണിക്കാനായിട്ട് അതിൻ്റെ പെയിൻറ്റിങ്ങിൻ്റെയും അങ്ങനെ എന്താ പറയുക പുതിയത് പഴയതാക്കി കാണിക്കില്ലേ, അങ്ങനത്തെ എന്തൊക്കെയോ സെറ്റപ്പ് ചെയ്ത് വെച്ചിരിക്കുക. അത് ഞാൻ റീഡ് ചെയ്തതാണ് കേട്ടോ, ഗൂഗിളിൽ വായിച്ചതാണ് അതങ്ങനെ. ഇത് കണ്ടോ, 4 സീസൺസ് എന്ന് പറയുന്ന ബുഫറ്റ് റെസ്റ്റോറൻ്റ് ആണ്. അതിൽ 350,000 വിയറ്റ്നാം ഡോങ് ആണ് അതിൻ്റെ പൈസ നമ്മൾ കൊടുക്കേണ്ടത്. ഓക്കെ, പക്ഷേ ഞങ്ങൾക്കിത് പാക്കേജിൽ ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, നമ്മൾ ലഞ്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. സോ ഇങ്ങോട്ടാണ് കേട്ടോ നമ്മൾ വന്നിരിക്കുന്നത്. സൺ വേൾഡ് ബനാ ഹിൽസിലെ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ആണ്. ഓക്കെ, സോ ഇതാണ് അവരുടെ മെനു. നിങ്ങൾക്ക് എന്താ പറയുന്നത്, കൂടുതലും വിയറ്റ്നാമീസിലല്ലേ എഴുതിയിരിക്കുന്നത്, വലിയ പിടിയില്ല, പക്ഷേ ഇംഗ്ലീഷിലുണ്ട് കേട്ടോ. ഞാൻ പയ്യെ അകത്തേക്ക് കയറട്ടെ. സോ ഇതാണ് റെസ്റ്റോറൻറ്റിൻ്റെ പുറത്തുനിന്നുള്ള വ്യൂ. ഓക്കെ, അറാപാങ് റെസ്റ്റോറൻറ്റ്. ഓക്കെ, സോ ഞാൻ പയ്യെ അകത്തേക്ക് കയറുകയാണ്. നോക്കട്ടെ. റെസ്റ്റോറൻറ്റിലേക്ക് നമ്മൾ എലിവേറ്ററിൽ കയറി പോകണം കേട്ടോ. കണ്ടോ, ഇങ്ങനെയാണ് നമ്മൾ എത്തുന്നത്. തുമ്മി ഓൾറെഡി അവിടെ എത്തി, താഴോട്ട് നോക്കി നിൽപ്പുണ്ട്. ഓ, ഈ റെസ്റ്റോറൻറ്റിൻ്റെ പേര് ഭാരത റെസ്റ്റോറൻറ്റ് എന്നാണ് കേട്ടോ, അരാപ്പാങ് റെസ്റ്റോറൻറ്റ് അല്ല. ഓക്കെ, സോറി, എനിക്ക് മിസ്റ്റേക്ക് പറ്റിയതാണ്. ഓക്കെ, ഞാൻ ഇവിടെ വന്നു. കണ്ടോ ക്യൂ കണ്ടോ, റെസ്റ്റോറൻറ്റിലേക്ക് കയറാനുള്ള ക്യൂ ആണ്. ഓക്കെ, സോ ഞാൻ റെസ്റ്റോറൻറ്റ് അകത്തേക്ക് കയറുകയാണ്. നമ്മൾ രാവിലെ ബനാ ഹിൽസിൻ്റെ അവിടെ വന്നിട്ട് കേബിൾ കാറെ കയറാനായിട്ട് എടുത്ത ടിക്കറ്റില്ലേ, അപ്പോൾ ആ ടിക്കറ്റ് തന്നെ നമ്മളിവിടെ കാണിക്കണം. അപ്പോൾ റോജോ ടിക്കറ്റ് കാണിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ അകത്തേക്ക് കയറുകയാണ്. ഓക്കെ, നമുക്ക് ഇവിടെ ഡ്രാഗൺ ഫ്രൂട്ട് വെച്ചിട്ടുണ്ട്, പാഷൻ ഫ്രൂട്ട് വെച്ചിട്ടുണ്ട്, ഓറഞ്ച് ഉണ്ട്. ഓക്കെ, ഗ്രീൻ മാംഗോസ്. ഓക്കെ, സോ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും പിക്കിൾ ചൈനീസ് ഓണിയൻ, കോൺ സീഡ്സ്. ഓക്കെ, ടൊമാറ്റോ, ഗ്രീൻ പീ, പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് തായ് സോസ്, പല ടൈപ്പിലുള്ള തായ് സോസ് വെച്ചിട്ടുണ്ട്. പിന്നെ 1000 ഐലൻഡ് ഡ്രസ്സിങ്, സാലഡ് ക്രീം ഡ്രസ്സിങ്, ബ്രോക്കോളി. സാലഡ് വേണ്ടവർക്ക് നമുക്ക് ഉണ്ടാക്കി എടുക്കാം സാലഡ്സ്. ഓക്കെ, സോ സ്പ്രൗട്ടിങ്സ്, പർപ്പിൾ ലെറ്റ്യൂസ്, അങ്ങനെ പല കാര്യങ്ങൾ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. അപ്പം ആൾക്കാരിവിടെ ഫുഡ് എടുക്കാനായിട്ടുള്ള തിരക്കുണ്ട്. ഞാൻ പതിയെ ഇതിൽ ആ കാണുന്നതെല്ലാം, നിങ്ങളെ കാണുന്നത് കംപ്ലീറ്റ് സാലഡ്സാണ് കേട്ടോ. ഇത് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കിനും സൂപ്പ് വെച്ചിട്ടുണ്ട്. നമുക്കത് എന്ത് സൂപ്പാണ്, മസാല, ഓ സോറി സൂപ്പല്ല കേട്ടോ, അത് ബട്ടർ മിൽക്കാണ്. റോജോ എന്നോട് പറഞ്ഞു സൂപ്പല്ല, അത് ബട്ടർ മിൽക്കാണ്. സോ ബട്ടർ മിൽക്ക് അന്നക്കുട്ടി എടുത്തിട്ടുണ്ട്, റോജോയും എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. ഓക്കെ, സോ ഈ സൈഡിൽ നമുക്ക് നോക്കാം. ഒരു ചെറിയ കട്ടോരീസ് വെച്ചിട്ടുണ്ട്, സ്പൂൺ ആൻഡ് ഫോർക്ക് ഇവിടെ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഈ സൈഡിലേക്ക് ഞാൻ പതിയെ പറയുകയാണ്. അപ്പം ഡ്രൈഡ് ബനാന ഉണ്ടായിരുന്നത് തീർന്നെന്ന് തോന്നുന്നു, പിന്നെ ആൽമണ്ട്സ്. ഓ കൊള്ളാമല്ലോ, ഇത് ഡ്രൈഡ് ഡേറ്റ്സ്. ഓക്കെ, ശരിക്കും ലാവിഷായിട്ട് കാര്യങ്ങൾ വെച്ചിരിക്കുകയാണ് കേട്ടോ. പിന്നെ കോണ്ടിമെൻസിൻ്റെ സൈഡിലേക്ക് വന്നിട്ട് നമുക്ക് എന്ത് വേണേലും ആഡ് ചെയ്യാം. പെപ്പർ വെച്ചിട്ടുണ്ട്, ചില്ലി, സോൾട്ട്, ലെമൺ. ഓക്കെ, സോ ഇങ്ങോട്ട് വരുമ്പോൾ നമ്മുടെ ഒണിയൻ. പിന്നെന്താ ഇത് നോക്കിക്കേ, എന്തൊക്കെ സാധനങ്ങളല്ലേ വെച്ചിരിക്കുന്നത്. വൈറ്റ് റാഡിഷ്, കുക്കുംബർ, ചെഡാർ ചീസ്, കണ്ടോ, എന്താ മിക്സ്ഡ് സോൾട്ട് ആൻഡ് ചില്ലി, ഷുഗർ വരെ വെച്ചിട്ടുണ്ട്. വാട്ടർ മെലൺ, നമുക്ക് ചൈനീസ് ഓറഞ്ച്. ഇതൊരു സെക്ഷനാണ് കേട്ടോ. അവിടെ നിന്നാണ് ഞാൻ കയറി വന്നത്, കാണാമല്ലോ അല്ലേ, ആ ഏരിയയിൽ നിന്നാണ് ഞാൻ കയറി വന്നത്. ഇതാണ് സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് കണ്ടോ. ഇതാണ് മുഴുവനും. ഇത് ഇന്ത്യൻ ഫുഡ് തന്നെയാണ് കേട്ടോ. ഇത് ഇന്ത്യൻ ഫുഡ് ആവശ്യമുള്ളവർ അവർ ചോദിക്കും, ഇന്ത്യൻ ഫുഡ് വേണോ, വിയറ്റ്നാമീസ് ഫുഡ് വേണോ എന്ന് ചോദിക്കും. അപ്പം ഞങ്ങൾ ഇന്ത്യൻ ഫുഡാണ് ഇപ്പം ഇന്ന് ചൂസ് ചെയ്തത്. വൈറ്റ് റൈസ്, ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലായി, നാനാണ് കേട്ടോ. നാൻ, വൈറ്റ് റൈസ്, നാൻ, സ്റ്റിർ ഫ്രൈഡ് വെജിറ്റബിൾസ്, പിന്നെ എന്താണ് ബ്രേസ്ഡ് ടോഫു. ഈ സൈഡ് എനിക്ക് തോന്നുന്നത് വെജിറ്റേറിയൻ ആണ് കേട്ടോ. എഗ് പ്ലാന്റ്, പിന്നെ സ്റ്റിർ ഫ്രൈഡ് ക്യാബേജ് ഒക്കെ വെച്ചിട്ടുണ്ട്. പംകിൻ മസാല, ഇത് കേട്ടോ സ്പെഗറ്റി വിത്ത് ടൊമാറ്റോ സോസ്. വെജിറ്റബിൾ, ഈ ഒരു സെക്ഷൻ വെജിറ്റേറിയൻ ആണ്. ഓക്കെ, സോ വെജിറ്റബിൾ സൂപ്പ്. അപ്പം ഒരു വെജിറ്റേറിയൻസിനെ നോൺ വെജിറ്റേറിയൻസിനെ എല്ലാം കൺസിഡർ ചെയ്യുന്നുണ്ട്. പിന്നെ പതിവ് പോലെ തന്നെ നമ്മുടെ കട്ടോറി, അപ്പുറത്തെ സൈഡിൽ കാണിച്ചിരിക്കുന്ന പോലെ തന്നെ കട്ടോറീസ്, പിന്നെ എന്നാ പറയുന്നത് ഡ്രൈഡ് ഓണിയൻ. ഇത് കണ്ടോ സ്റ്റിർ ഫ്രൈഡ് ഒക്ടോപ്പസ്, കണ്ടോ സ്റ്റിർ ഫ്രൈഡ് ഒക്ടോപ്പസ്, ചിക്കൻ കറി വിത്ത് പൊട്ടാറ്റോ,
ഇത് ഫ്രൈഡ് ഫിഷാണ്. ഇത് ഫ്രൈഡ് എന്താ പറയുക, സ്നേക്ക് ഹെഡ് ഫിഷ് വിത്ത് ഫിഷ് സോസ്. പിന്നെ ഈ സൈഡിലേക്ക് വരുമ്പോൾ ഫിഷ് കറി. പിന്നെ സ്റ്റിർ ഫ്രൈഡ് നൂഡിൽസ്, വെജിറ്റബിൾ നൂഡിൽസാണ്. ഇത് അതെ ബീഫ് ഫ്രൈ. ഇത് കേട്ടോ നമ്മുടെ നാടൻ ബീഫ് ഫ്രൈ ഇരിക്കുന്നത് കേട്ടോ. പിന്നെ അതെ നമ്മുടെ ചോറ്, സ്റ്റീം റൈസ്. പിന്നെ ഇങ്ങോട്ട് വീണ്ടും നാന്, ബാൻ റൊട്ടി എന്ന് പറയുന്നത്, ബാൻ റൊട്ടി, റൊട്ടി കേക്ക്. അത് ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. നമുക്ക് കഴിച്ചിട്ട് ഞാൻ പറയാം കേട്ടോ അതെന്താ സംഭവം. ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഇതേ ബേക്ക്ഡ് പൊട്ടാറ്റോ വിത്ത് ചീസ്. കണ്ടോ എന്ത് സൂപ്പറാണല്ലോ, എന്ത് സൂപ്പറായിട്ട് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത് നോക്കിക്കേ. ഇനി എനിക്കൊന്ന് അത് ഡെസേർട്ടിൻ്റെ സെക്ഷനാണെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ പോയി ഒന്ന് നോക്കട്ടെ. അവിടെ ഡെസേർട്ട്, ജ്യൂസ് എല്ലാം വെച്ചിട്ടുണ്ട്. ഞാൻ ആ ഒരു സെക്ഷനൂടെ എടുത്ത് നോക്കാം നമുക്ക്. ഇപ്പം പല ടൈപ്പ് ജ്യൂസാണ്. മിക്സ്ഡ് ബെറീസ്, ഓറഞ്ച്, ഇനി ലെമൺ ടീ വേണ്ടവർക്ക് ലെമൺ ടീ, അവിടെ വെള്ളം വേണ്ടവർക്ക് വെള്ളം, അതെല്ലാം വെച്ചിട്ടുണ്ട്. പിന്നെ ഇങ്ങോട്ട് പല ടൈപ്സ് ഓഫ് ബ്രെഡ് വെച്ചിട്ടുണ്ട്. അതിന് ജാം, ബട്ടർ എല്ലാം വെച്ചിട്ടുണ്ട്. സ്ട്രോബെറി ജാമുണ്ട്, ഓറഞ്ച് ജാമുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ബാമി ബ്രെഡ് ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ. അത് പറഞ്ഞാൽ ടു സോഫ്റ്റാണ്. അപ്പം ഇതൊക്കെ വിയറ്റ്നാമീസ് ഡെസേർട്ടാണ്. വിയറ്റ്നാമീസ് സ്റ്റീംഡ് ലെയർ കേക്ക്, പിന്നെ പംകിൻ കേക്ക്. ഈ ഗ്രീൻ കളറിൽ കാണുന്നത് സ്റ്റീംഡ് ലെയർ കേക്ക്. പിന്നെ ആ യെല്ലോ കളറിൽ കാണുന്നത് പംകിൻ കേക്ക്. പിന്നെ ഇത് ഓറഞ്ച് സ്പഞ്ച് കേക്ക്. പിന്നെ ഒരു റൈസിൻ ഡാനിഷ്. ഈ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കിനും ഇതെന്താ ചോക്ലേറ്റ് ഒപ്പറ എന്നാണ് പറയുന്നത്. പിന്നെ ഡാനിഷ് സൊക്കോള പോരെ. ഇതിൻ്റെ അത്ഭുതം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫുഡെല്ലാം നമ്മുടെ ടിക്കറ്റിൽ ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, അപ്പം ഇതിലൊന്നും നമ്മൾ ₹1 പോലും കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും നോക്കിക്കേ, നൂഡിൽസ് സെക്ഷനാണ്. ബൺ ആൻഡ് ഫോ നൂഡിൽസ് സെക്ഷനിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഫ്രൈഡ് സമോസ. സോറി, ഇത് കേട്ടോ അവർ പറഞ്ഞിരിക്കുന്നുണ്ടോ, ഡു നോട്ട് ടച്ച് എനി ഫുഡ് ഐറ്റംസ് വിത്ത് യുവർ ഹാൻഡ്സ് ഉണ്ടോ. പക്ഷേ എല്ലാത്തിനും ടോങ് വെച്ചിട്ടുണ്ട്. സോ നമുക്ക് ടച്ച് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. പിന്നെ ഡീപ് ഫ്രൈഡ് പൊട്ടാറ്റോ വെജസ്, ബേക്ക് ചെറി പൊട്ടാറ്റോ, പല ടൈപ്പ് സോസസ്. ഇത് കണ്ടോ സ്റ്റീം റൈസ് വിത്ത് പീനട്ട്. പിന്നെ മിക്സ്ഡ് സോൾട്ട് വിത്ത് പീനട്ട്, സെസ്മി ആൻഡ് ഷുഗർ. ഓക്കെ, ഇത് കണ്ടോ പർപ്പിൾ സ്റ്റിക്കി റൈസ്. ഇതെന്താണെന്ന് എനിക്ക് പേരെടുത്തില്ല. വെജിറ്റബിൾ പിസ്സയാണ് കേട്ടോ, വെജിറ്റബിൾ പിസ്സ എന്നാണ് പറയുന്നത്. ഒരുപാട് ഫുഡാണ്. ഫുഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഫുഡ്. അതേ പ്രോൺസ് ഇരിക്കുന്നു. പിന്നെ അതെന്താ ചില്ലി ചിക്കൻ. ഞാൻ അപ്പുറത്തെ സൈഡിലേക്ക് ജസ്റ്റ് പയ്യെ വെക്കട്ടെ. ഓക്കെ, ഇത് കണ്ടോ ഗ്രിൽഡ് ഷ്രിംപ് വിത്ത് സോൾട്ട് ആൻഡ് ചില്ലി. അത് ചിക്കൻ 65 ആണ്. ചിക്കൻ 65, ഫ്രൈഡ് ഫിഷ്, സ്റ്റിക്കി റൈസ് വിത്ത് ചിക്കൻ. ഇത് എന്താണിത് നോക്കിയേ, ഗ്രീൻ ചില്ലി സോസ്. ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഇത് ഡക്കാണോ? മലയാളിയാ? ഇത് ഡക്കാണോ? ഇതെന്താ പേര് വെച്ചിട്ടല്ലോ. ചിക്കനാണോ ഡക്കാണോ? എൻ്റെ ദൈവമേ, നോക്കിക്കേ എന്ത് മാത്രം ഫുഡാണെന്നറിയാവോ. നോക്കിയേ പല ടൈപ്പിൽ നല്ല ഭംഗിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതാണേ കണ്ടോ, ലൈറ്റൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് കാണിച്ചിട്ടുണ്ട്. ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കിനും ഗ്രിൽഡ് ചിക്കൻ. ഞാൻ സ്റ്റെയിം ചിക്കൻ വിത്ത് സോൾട്ട് ആൻഡ് നമുക്കതിൽ പെപ്പർ സോസ് ആഡ് ചെയ്ത് കഴിക്കാം. പിന്നെ ആ ഗ്രില്ലിലേക്ക് നിങ്ങൾ നോക്കിക്കേ പലതരം മീറ്റ്. ഇത് ഒരുപാട് ഫുഡാണ് കേട്ടോ. ഇത് തീർന്നിട്ടില്ല കേട്ടോ. ഈ റെസ്റ്റോറൻറ്റ് മുഴുവൻ നമ്മൾ ഓടി നടന്ന് കഴിക്കേണ്ടി വരും. നമുക്ക് 2.5 മണിക്കൂർ ഫുഡാണ് തന്നിരിക്കുന്നത്. മിക്കവാറും ആ 2.5 മണിക്കൂർ നമുക്ക് ഇവിടെ തന്നെ തീരും. ബ്ലാക്ക് ടീ, ഹോട്ട് വാട്ടർ, ഇതെല്ലാം ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. മൈ ഗോഡ്, ഇവിടെയും സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് ഉണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കത്തേ ഉള്ളൂ, കാരണം ആൾക്കാർ കഴിച്ചുകൊണ്ടിരിക്കുമ്പം ഇപ്പം എനിക്കായാലും ഇഷ്ടപ്പെടത്തില്ല. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ ഒരു അവസാനമായെന്ന് തോന്നുന്നു കേട്ടോ. നോക്കട്ടെ, ഐസ് വേണ്ടവർക്ക് ഐസ് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കോൺ സ്വീറ്റ് സൂപ്പ്, വൈറ്റ് ബീൻ സ്വീറ്റ് സൂപ്പ്. പിന്നെ കോക്കനട്ട് മിൽക്ക്. അതെന്താ അത് ഡ്രൈഡ് കോക്കനട്ട്. ഇത് ഡ്രൈഡ് കോക്കനട്ടാണ് കേട്ടോ. ഇത് ബ്ലാക്ക് ബീൻസ് സ്വീറ്റ് സൂപ്പ്, ബനാന സ്വീറ്റ് സൂപ്പ്. ഇതെല്ലാം ഡെസേർട്ടാണ്. ഇതെല്ലാം പല ടൈപ്പ് പായസം പോലത്തെ ലുക്കാണ് കേട്ടോ. എന്തായാലും ഇതിനൊരു അവസാനമായി എന്താ പറയുക ഫുഡിന്. പക്ഷെ നിങ്ങൾ നോക്കിക്കണ്ട, ഏകദേശം 10 മിനിറ്റ്സ് ഞാൻ ഈ വീഡിയോ എടുത്തു. ഈ 10 മിനിറ്റ്സ് ഈ വീഡിയോ അതായത് ഒരു ക്യൂക്ക് വീഡിയോ ആണെന്നൂടെ ഓർത്തോളം കേട്ടോ. എനിവേ നിങ്ങൾ ബനാഹിൽസ് വരുമ്പോഴത്തേക്കും ഇതുപോലെയാണ് ഈ ടൂർ പാക്കേജൊക്കെ ബുക്ക് ചെയ്ത് വന്നു കഴിഞ്ഞാൽ അല്ല നിങ്ങൾക്ക് മണി വേസ്റ്റ് ആകുകയല്ല. എനിവേ ഈ ഫുഡ് വീഡിയോ എനിക്ക് ഇടാൻ പറ്റിയതിൽ ഞാൻ വളരെ ഹാപ്പിയാണ്. എനിവേ വീണ്ടും കാണാം. താങ്ക് യു.